महेश्वर गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् तकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയില് 7ാമത്തെ അധ്യായം ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ, അതിൽ 181ാമത്തെ ശ്ലോകം. ദാനാദാനേ യൗതകസ്യ പ്രകാമം സാധു ഗർഹിതേ ദദാതി യദി ചാദത്തേ തദ് സ്യാദ് സന്തതി വിക്രയഃ. ഒന്നുകൂടി ചൊല്ലാം. ദാനാദാനേ യൗതകസ്യ പ്രകാമം സാധു ഗാർഹിതേ ദദാതി യദി ചാദത്തേ തദ് സ്യാദ് സന്തതി വിക്രയഃ. യൗതകസ്യ പ്രകാമം ദാനാദാനം. സ്ത്രീധനത്തിന്റെ യഥേഷ്ടമായ കൊടുക്കൽ വാങ്ങലുകൾ സാധുഗർഹിത സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെട്ട കാര്യമാണ്. ദദാതി ആദത്തെ യതീച്ച, ഇങ്ങനെയുള്ള ഈ സ്ത്രീധനത്തെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുകയാണെങ്കിൽ തത് സന്തതി വിക്രയ സ്യാദ്, അത് സന്തതി വിൽപ്പന എന്നതുപോലെ ഭവിക്കും. എങ്ങനെയാണോ പണം വാങ്ങിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിൽക്കുന്നത്, അതേപോലെയാണ് സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ടുള്ള വിവാഹ സംസ്കാരം ചെയ്യുന്നത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം അത് വളരെ പൗരാണികമായിട്ട് തന്നെ ഭാരതത്തിൽ, വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സജ്ജനങ്ങൾ പൗരാണികമായി തന്നെ ഉള്ള സ്മൃതി ഗ്രന്ഥങ്ങളിലും മറ്റും സ്ത്രീധനത്തെ അതിനിശ്ചിതമായി എതിർത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സംസ്കാരം തുടങ്ങിയത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് സമ്പത്തിന്റെ ഉറവിടം, സ്രോതസ് എന്ന് പറയുന്നത് മുഖ്യമായിട്ട് ഭൂമിയായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് സമ്പത്തിന് ഉറവിടം ഭൂമി മാത്രമല്ല. ഇടക്കാലത്ത് യൂറോപ്പിലൊക്കെ വലിയ വ്യവസായ വിപ്ലവം വന്നു. അങ്ങനെ സമ്പത്തിന്റെ ഉറവിടം ഭൂമി എന്നതിൽ കവിഞ്ഞു മറ്റു പല സ്രോതസ്സുകളും ഉണ്ടായി. എന്നാൽ പണ്ട് കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സമ്പത്തിന്റെ ഏറ്റവും മുഖ്യമായ ഉറവിടം ഭൂമിയായിരുന്നു, ഭൂസ്വത്തായിരുന്നു. ആ ഭൂസ്വത്തിലെ കൃഷികള്, മറ്റു കാര്യങ്ങൾ, എത്രത്തോളം ഭൂസ്വത്ത് ഒരാൾക്കുണ്ടോ അത്രത്തോളം ആ വ്യക്തി സമ്പന്നനാണ്. അപ്പൊ ഒരു കുടുംബം അവരുടെ സമ്പത്തിന്റെ മുഖ്യവും ഏകവുമായിരിക്കുന്ന ഉറവിടമായ ഭൂസ്വത്ത്, ആ ഭൂസ്വത്ത് മറ്റു കുടുംബങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് വേണ്ടി ആ ഭൂസ്വത്ത് എഴുതി കൊടുക്കുന്നു. പണ്ട് കാലത്ത് ഭൂമി ആൺകുട്ടികളുടെ പേരിൽ മാത്രമായിരുന്നു എഴുതുന്നത്. പക്ഷെ കുടുംബത്തിലുള്ള പെൺകുട്ടിക്ക് സ്വത്തിന് അവകാശമുണ്ട്. ആ പെൺകുട്ടിയുടെ സ്വത്ത് ഭൂമിയായിട്ടല്ല കൊടുത്തത്, മറിച്ച് സ്വർണമായിട്ടായിരുന്നു. ആ സ്വർണം അവരുടെ വിവാഹ സമയത്ത് അവർക്ക് കൊടുക്കുന്നു. അച്ഛന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തിന്റെ
അവകാശ സ്വർണമായിട്ട് ആ പെൺകുട്ടിക്ക് ലഭിക്കുന്നു. ഭൂമികൾ മുഴുവൻ പുരുഷന്മാർക്ക് ലഭിക്കുന്നു. അപ്പൊ ഇത് ഭൂസ്വത്ത് മറ്റു കുടുംബങ്ങളിലേക്ക് പോകാൻ വേണ്ടി, മറ്റു കുടുംബങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പണ്ട് കാലത്തുള്ള ഗ്രാമീണർ ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇന്നും വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഈ ഒരു സമ്പ്രദായം രഹസ്യമായിട്ടെങ്കിലും അനുവർത്തിക്കുന്നുണ്ട്. പരസ്യമായത് പാടില്ല, പക്ഷെ എങ്കിലും ഒരു സമ്പ്രദായം എന്ന രീതിയിൽ ഇന്നും അത് പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു, ഗ്രാമീണ തലങ്ങളിൽ. ഇങ്ങനെയാണ് വിവാഹത്തിന് സ്വർണം കൊടുക്കുക എന്നുള്ളൊരു കൾച്ചർ ഭാരതത്തിൽ ഉദയം ചെയ്തത്. അത് പിന്നീട് എന്തായിട്ട് മാറി? അത് സ്ത്രീകൾക്ക് വലിയ ദോഷമായിട്ട് ഭവിച്ചു. അപ്പൊ സ്ത്രീധനത്തിന്റെ ഒരു നിർവചനത്തെ കുറിച്ച് നമ്മുടെ ഭാരതത്തിന്റെ നിയമം പറയുന്നു. ഞാനൊരു റെഫറൻസിന് വേണ്ടി വായിക്കാം. ഡൗറി പ്രോഹിബിഷൻ ആക്ട് ഉണ്ട്, 1961. ആ ആക്ടിൽ എന്താണ് ഡൗറി എന്ന് നിർവചനം ചെയ്തിരിക്കുന്നത്? ഡൗറി മീൻസ് എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൻ ഓർ അഗ്രീഡ് ടു ബി ഗിവൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. വിവാഹത്തിൽ ഏർപ്പെടുന്ന പാർട്ടികൾ, രണ്ട് പാർട്ടികൾ, അവർ പരസ്പരം നേരിട്ടോ അല്ലാതെയോ കൈമാറുന്ന വിലപിടിപ്പുള്ള സെക്യൂരിറ്റിയോ പ്രോപ്പർട്ടികളോ എല്ലാം തന്നെ ഈ ഡൗറിയുടെ നിർവചനത്തിൽ വരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് ഭൂസ്വത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി, അത് മറ്റു കുടുംബങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നു. പക്ഷെ ഈ സ്വർണ്ണാഭരണങ്ങൾ വാസ്തവത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്നില്ല, നഷ്ടപ്പെടുന്നു എന്നാണ് ഒരു യാഥാർത്ഥ്യം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നും രൂഢമൂലമായി നിൽക്കുന്ന ഒരു വിശ്വാസമാണ്, വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് ലഭിക്കുന്ന ആഭരണങ്ങൾ അത് ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. അത് പണ്ട് കാലത്ത് പ്രബലമായിരുന്നു. പണ്ട് കാലത്ത് പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതായ ആ സ്വർണ്ണാഭരണങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭർത്താവിന്റെ വീട്ടുകാരുടെയും അധീനതയിലായിരുന്നു. ആ ഭർത്താവിന്റെ വീട്ടുകാരോ വിചാരിച്ചാൽ മാത്രം ആ കുട്ടി കൊണ്ടുവന്നിരിക്കുന്നതായ ആഭരണങ്ങളിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു കൾച്ചർ വ്യാപകമായതിനെ തുടർന്ന് 1956 ഹിന്ദു സക്സഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായി. ആ നിയമത്തില് 14ാമത്തെ സെക്ഷനിൽ ഒരു വിശേഷമായ കാര്യം പറഞ്ഞു. പ്രോപ്പർട്ടി ഓഫ് എ ഫീമെയിൽ ഹിന്ദു ടു ബി ഹെർ അബ്സല്യൂട്ട് പ്രോപ്പർട്ടി. അതായത് വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കുന്നതോ, ഇനി ഭർത്താവിന്റെ വീട്ടുകാർ എന്തെങ്കിലും കൊടുക്കുന്നതോ, ഇനി ആ പെൺകുട്ടിയുടെ ബന്ധുക്കളോ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്ന സകല പ്രോപ്പർട്ടികളും അതിന്റെ പരിപൂർണ അധികാരം ആ പെൺകുട്ടിക്ക് മാത്രമാണ് എന്ന് നിർവചിച്ചു. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ ഭാരതത്തിൽ സ്ത്രീധന സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം വന്നു. കാരണം പണ്ടേ ഭൂസ്വത്തിന് അധികാരമില്ല. ഭൂസ്വത്തിന് അധികാരമില്ലാതെ മാത്രമല്ല, കുടുംബത്തിൽ നിന്ന് സ്വത്തായി ലഭിച്ച ആഭരണങ്ങൾ, ആ ആഭരണങ്ങൾ പോലും ഭർത്താവിന്റെ വീട്ടുകാർ കൈയടക്കുന്നു. അപ്പൊ പെൺകുട്ടിക്ക് പൂർണ്ണമായും സാമ്പത്തികമായ സുരക്ഷിതത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥ. ഇതിങ്ങനെ പ്രബലമായി സമൂഹത്തിൽ വ്യാപിച്ച സമയത്ത് ഗവൺമെന്റ് തന്നെ അതിനെ പരിഷ്കരിച്ച് വിവാഹ സമയത്ത് പെൺകുട്ടികൾ ലഭിക്കുന്ന എല്ലാ ആഭരണങ്ങളും എല്ലാം തന്നെ, ആഭരണങ്ങൾ മാത്രമല്ല മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ, ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ എല്ലാ വസ്തുക്കളും അതെല്ലാം പെൺകുട്ടിക്ക് മാത്രം പരിപൂർണമായും അധികാരപ്പെട്ടതാണെന്നുള്ളൊരു വളരെ ശ്രേഷ്ഠമായൊരു വ്യവസ്ഥ 1956 ചെയ്യപ്പെട്ടു. അതിനുശേഷം ഒരു പരിധിവരെ ഈ ഒരു ദുരാചാരത്തെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ കാലത്ത്, അതായത് നമ്മൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതൊരു വ്യവസ്ഥിതിയുടെയും ആ വ്യവസ്ഥിതിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കണമെങ്കിൽ ആ വ്യവസ്ഥിതിയുടെ ഒരു ചരിത്രത്തെ തേടി പോകണം. ആ പഴയ കാലത്ത് ആ വ്യവസ്ഥിതി ഏത് പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏതേത് കാലഘട്ടത്തിൽ അതിന് പരിഷ്കരണം വന്നു, അപ്പോഴും നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട്. അതിപ്രാചീനമായ കാലത്ത് നമ്മുടെ പുരാണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനം എന്നുള്ള രീതിയിൽ വലിയൊരു സമ്പ്രദായത്തെ കാണാൻ സാധിക്കില്ല. പക്ഷേ വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടിക്ക്
ഒരുപാട് ഉപഹാരങ്ങൾ വധുവിന്റെ വീട്ടുകാർ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രാമായണത്തിലുമൊക്കെ രാമന്റെ വിവാഹം മിഥിലയിൽ വെച്ച് സീതയും രാമനുമായിട്ട് വിവാഹം കഴിക്കുന്നു. തിരിച്ച് അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടും. ഹിന്ദി പ്രാദേശിക ഭാഷയിൽ ബറാത്ത് എന്നാണ് പറയുന്നത്. വിവാഹ ഘോഷയാത്രയെ കുറിച്ച് അയോധ്യയിലേക്ക് രാമനും രാമന്റെ ഭാര്യയും അതേപോലെ ബന്ധുജനങ്ങളും പരിവാരങ്ങളും എല്ലാം തിരിച്ച് യാത്രയാകും. യാത്രയാകുമ്പോൾ സീതാമാതാവിന്റെ അച്ഛൻ ആയിരക്കണക്കിന് തോഴിമാരും ആയിരക്കണക്കിന് രഥങ്ങളും സ്വർണ്ണാഭരണങ്ങൾ നിറച്ചു വലിയ പെട്ടി, ആ പെട്ടി ആനപ്പുറത്ത് വെച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആനകൾ, ഇതെല്ലാം ഉപഹാരങ്ങളായിട്ട് വധുവിന് കൊടുത്തയക്കുന്നത്. ഉപഹാരങ്ങൾ എന്ന രീതിയിൽ തന്റെ മകൾ അവിടെ പരിപൂർണമായി എങ്ങനെയാണ് തന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയെ പോലെ കഴിഞ്ഞത്, അതേപോലെ തന്നെ അവിടെയും കഴിയണം എന്നൊരു അച്ഛന്റെ ഒരു വാത്സല്യവും സ്നേഹവുമാണ് അതിന്റെ പുറകിൽ. നമുക്ക് പുരാണങ്ങളിൽ അങ്ങനെ പല സന്ദർഭങ്ങളും കാണാൻ സാധിക്കും. വിവാഹ സമയത്ത് വധുവിന്റെ വീട്ടുകാർ വലിയ രീതിയിൽ ഉപഹാരങ്ങൾ കൊടുക്കും. പക്ഷെ എന്ത് സംഭവിച്ചു? കാലാന്തരത്തിൽ ഈ ഉപഹാരങ്ങൾ പൂർണ്ണമായിട്ടും വരന്റെ വീട്ടിലെത്തുന്നതോടുകൂടെ ഈ ഉപഹാരങ്ങളുടെ അധികാരം വരനും ഭർത്താവിന്റെ വീട്ടുകാർക്കുമായിട്ട് മാറും. വധുവിന് യാതൊരു പ്രകാരത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധമില്ലാതെ. ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിയമം. വധുവിന് ലഭിക്കുന്നതായ എല്ലാ പ്രോപ്പർട്ടിയും അതിന്റെ പരിപൂർണമായ അധികാരം വധുവിനാണ് എന്ന് നമ്മുടെ ഭരണഘടന വ്യവസ്ഥപ്പെടുത്തി, നമ്മുടെ നിയമസംഹിത വ്യവസ്ഥപ്പെടുത്തി. അപ്പോൾ പൗരാണികമായിട്ട് വളരെ പ്രാചീനമായിട്ടുള്ള സ്മൃതി ഗ്രന്ഥങ്ങളിൽ സ്ത്രീധനത്തിന് ചില പരാമർശങ്ങളുണ്ട്. വളരെ പ്രാചീനമായ ഒരു സ്മൃതി ഗ്രന്ഥത്തിൽ ചില ശ്ലോകം ഉദ്ധരിക്കുകയാണ്. ന കന്യായാഹ പിതാ വിദ്വാൻ ഗൃഹീണീയാത് ശുൽക്കമണ്വപി ഗൃഹണം ച ശുൽക്കം ഹി ലോഭേനസ്യാനരോ അപത്യവിക്കലൈ എന്ന് പറയുന്നു. അപ്പൊ ഒരു കന്യാപിതാവ്, വധുവിന്റെ അച്ഛൻ, ആ അച്ഛൻ ഒരിക്കൽ പോലും സ്ത്രീധനത്തെ വ്യവഹരിക്കരുത്. സ്ത്രീധനത്തെ വ്യവഹരിക്കുകയാണ്, സ്ത്രീധനം വ്യവഹരിക്കാൻ മീൻസ് സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് അതേ ആശയം ആ പഴയൊരു സ്മൃതി ഗ്രന്ഥത്തിൽ പറയുന്നു. അത് സന്താനങ്ങളെ വിൽക്കുന്നതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു വീട്ടുകാർ പൈസയ്ക്ക് വേണ്ടി തന്നെ മക്കളെ വെക്കുന്നു. പണത്തിന് വേണ്ടി നമ്മൾ പലതും വിൽക്കും. നമ്മുടെ വണ്ടി വിൽക്കും, ഭൂമി വിൽക്കും, ആഭരണം വിൽക്കും, ഒക്കെ വിൽക്കും നമുക്ക് പണം ലഭിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ 2 കുട്ടികളുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് ആരും പറയില്ല. ആ പറയുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ സാമാന്യമായിട്ട് ആരും അങ്ങനെ പറയില്ല. അപ്പൊ അതേപോലെ ഒരു കൊടും പാപമാണ് ധനത്തെ വാങ്ങിച്ചുള്ള വിവാഹ സംസ്കാരം എന്ന് പറയുന്നു. ഇനി നോക്കൂ, സ്ത്രീധനാനി തു യേ മോഹാദ് ഉപജീവന്തി ബാന്ധവ നാരി യാനാനി വസ്ത്രം വാ തേ പാപ യാന്തി അധോഗതി. ഇതാണ് ഒരു 5000 വർഷം മുമ്പുള്ള സ്മൃതി വാക്യങ്ങളാണ്. ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹ്യ പശ്ചാത്തലം നമുക്ക് ഈ വാക്യത്തിൽ പറയാൻ സാധിക്കും. എന്താണ് പറയുന്നത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? ഭർത്താവിന്റെ അച്ഛനമ്മമാര്, ഭർത്താവിന്റെ ബന്ധുക്കള് എന്നിവരൊക്കെ അത്യാഗ്രഹം കൊണ്ട്, മോഹം കൊണ്ടൊക്കെ മരുമകൾക്ക് ലഭിച്ച സ്വർണം, വാഹനം, വസ്ത്രം. നമുക്ക് അന്നും വാഹനം എന്നുള്ള വാക്കുണ്ട്. വാഹനം മീൻസ് അന്ന് രഥങ്ങളായിരിക്കും. സ്വർണം, വാഹനം, വസ്ത്രം, രഥങ്ങൾ, ദാസ്യജനങ്ങൾ. നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിലൊക്കെ ജോലിക്ക് ചില ആൾക്കാരെ നിയമിക്കാറുണ്ട്, നമുക്ക് തിരക്കുള്ളതുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് തോഴിമാര്, ദാസിന്മാരൊക്കെ വീട്ടിൽ ഓരോരോ ആവശ്യത്തിന് നിയമിക്കുന്നു. അപ്പൊ കല്യാണം കഴിച്ചു പോകുമ്പോൾ മകളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അന്നത്തെ പ്രഭുക്കന്മാര് ഒക്കെ മകളുടെ കൂടെ തോഴിമാരെയും ദാസിമാരെയൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വിവാഹത്തിന് ഉപഹാരമായി മകൾക്ക് ലഭിച്ച, ആ വധുവിന് ലഭിച്ച വാഹനം, വസ്ത്രം, ദാസ്യജനങ്ങള്, ആഭരണങ്ങള്, പണം തുടങ്ങിയ ഒരു വസ്തുവും തന്നെ ഭർത്താവിന്റെ അച്ഛനമ്മമാർക്കോ ഭർത്താവിന്റെ ബന്ധുക്കൾക്കോ അധികാരപ്പെട്ടതല്ല. നോക്കൂ, 5000 വർഷം മുമ്പ് ശ്ലോകമാണ്. എങ്കിൽ കൂടിയും ഭർത്താവിന്റെ അച്ഛനമ്മമാരോ ഭർത്താവിന്റെ ബന്ധുക്കളോ മോഹം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ വധുവിന് ലഭിച്ചതായ ആ ധനത്തിൽ കൈവെക്കുകയാണെങ്കിൽ അവർ അധോഗതിയെ പ്രാപിക്കുമെന്ന് പറയുന്നു, ഋഷിമാര് പറയുന്നു. നോക്കൂ,
ഇനി പറയുന്നു, യാസാം നാദദത്തെ ശുൽക്കം ജ്ഞാതയോ നസ വിക്രയ അർഹണം തത് കുമാരീണാമാനശംസ്യം ച കേവലം. വരൻ നൽകുന്ന ധനം കന്യകയുടെ പിതാവ് മുതലായവർ എടുക്കാതെ കന്യകക്ക് തന്നെ നൽകിയാൽ അത് വിക്രയമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കന്യകയോടുള്ള ആദരവ് കൊണ്ടാണ് അവരെ അത്തരത്തിൽ പൂജിക്കുന്നത്. ഇനി പണ്ട് കാലത്ത് മീൻസ് ഇത് 5000 വർഷം മുമ്പുള്ള ശ്ലോകമാണ്. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ വരൻ വിവാഹ സമയത്ത് വധുവിന് ധനം കൊടുക്കാറുണ്ട്. അതും ഒരു സിസ്റ്റമായിരുന്നു. അങ്ങനെയുള്ള ധനം വധുവിന്റെ പിതാവും എടുക്കരുത്. വധുവിന്റെ പിതാവ് എടുക്കാതെ ആ ധനം ആ വധുവിന് തന്നെ പരിപൂർണമായിട്ടും സമർപ്പിക്കണം. കാരണം ധനം വധുവിന് കന്യകയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളത് കന്യകയോടുള്ള ആദരവിനെ സൂചിപ്പിക്കുന്നു എന്നും പറയുന്നു. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ വിവാഹ സംസ്കാരത്തിൽ സ്ത്രീകൾ ഒരിക്കലും ഒരു വിൽപ്പന ചരക്കല്ല. സ്ത്രീകൾക്ക് ഉദാത്തമായൊരു സ്ഥാനം നമ്മുടെ സമാജത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നൽകിയിരുന്നു. ഇന്നും ഒന്നിലെയല്ല. നമ്മൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പല സംസ്കൃതികളെയും വിലയിരുത്തി കഴിഞ്ഞാൽ എപ്പോഴും ഒരു പുരുഷാധിപത്യ സമൂഹമാണ് ഈ ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് മതപരമായ വിഷയങ്ങളിലാകട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളിലാകട്ടെ, സാമൂഹ്യ വിഷയങ്ങളിലാകട്ടെ. ആ പുരുഷാധിപത്യ പ്രവണതയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രകൃതിപരമായ കാരണങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും സ്ത്രീകൾക്ക് സ്ത്രീകളതായ ഒരു സ്ഥാനം പോലും നിഷേധിച്ച് വളരെ താഴ്ന്ന നിലവാരത്തിൽ അവരെ കൽപ്പിക്കുന്ന ഒരു സംസ്കൃതിയെ, ഒരു സംസ്കാരങ്ങള്, നാഗരികതയെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ സ്ഥലത്ത് അവരുടെ സംസ്കാരത്തിന്റെ, അവരുടെ മതപരമായ വിശ്വാസത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ നിസ്സാരമായ സ്ഥാനമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഭാരതത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ എത്രമാത്രം ഉന്നതമായ സ്ഥാനം സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു എന്നുള്ളത്. കാരണം 1956-ലും 1961-നുമുള്ള നിയമക്രമങ്ങളെയാണ് നമ്മൾ ആമുഖമായിട്ട് ഉദ്ധരിച്ചത്. നേരത്തെ ഈ അടുത്ത കാലത്ത് ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5000 വർഷങ്ങൾ മുമ്പ് ഭാരതത്തില് ഈ നിയമക്രമങ്ങളെ പോലും, ഈ നിയമ സംഹിതകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വിവാഹ സംസ്കാര സമയത്ത് വധുവിന്റെ സ്ഥാനവും മാനവും അന്തസ്സും എത്ര ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, വധുവിന് ലഭിച്ചതായ പ്രോപ്പർട്ടിയില് ഏതെങ്കിലും ഒന്നില്, അല്ലെങ്കിൽ മോഹം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ വരന്റെ ബന്ധുക്കൾ അതിൽ കൈവെക്കുകയാണെങ്കിൽ അവർ അധോഗതിയെ പ്രാപിക്കുന്നു. കൂടാതെ വിവാഹ സമയത്ത് വരനോ വരന്റെ ബന്ധുക്കളോ വധുവിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ, ധനമോ മറ്റു സമ്മാനങ്ങളും, ആ സമ്മാനത്തിൽ വധുവിന്റെ പിതാവിന് പോലും അർഹതയില്ല എന്ന് പറയും. കേവലം വരന്റെ പക്ഷത്തെ മാത്രമല്ല ആക്ഷേപിക്കുന്നത്, വധുവിന്റെ പിതാവിന് പോലും വിവാഹ സമയത്ത് വധുവിന് ലഭിച്ച സ്വത്തുക്കളിൽ യാതൊരു അധികാരവുമില്ല. ആ സ്വത്തുക്കൾ കന്യകയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ അവരുടെ ആദരവിനെ അത് പ്രകടമാക്കുന്നു എന്ന് പറയും. ഇതിനടുത്ത വളരെ ശ്രേഷ്ഠമായ ഒരു ശ്ലോകം കൂടി സ്മൃതികാരൻ പറയുകയാണ്. നമുക്ക് ഈ സ്മൃതിയിൽ പല ജാതിപരമായ പല വിവേചനങ്ങളെ മറ്റു ഭാഗത്ത് കണ്ടേക്കാം. പക്ഷേ ആ സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ശ്ലോകത്തിൽ പറയുകയാണ്, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എത്രേദാസ്തുന പൂജ്യന്തേ സർവാസ്ത്രതാ ഫലാക്രിയാഹ. എത്ര നാര്യസ്തു പൂജന്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വധു, ആ വധുവിന്റെ വീട്ടിൽ മുഖ്യാർത്ഥം എങ്ങനെയാണ്? സാമാന്യമായിട്ട് എല്ലാ സ്ത്രീകളെയും നമുക്ക് ഇതിൽ കണക്കാക്കാം. പക്ഷെ മുഖ്യാർത്ഥത്തിൽ ഈ പ്രകരണത്തിന്റെ ആ ഭാഗമായി വരുന്ന മുഖ്യാർത്ഥം, വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന വധു, ആ വധു അവിടെ പൂജിക്കപ്പെടുകയാണെങ്കിൽ, പൂജിക്കപ്പെടുക പറഞ്ഞാൽ എന്താണ്? പൂജിക്കപ്പെടുന്ന ആദരിക്കപ്പെടുക എല്ലാ പ്രകാരത്തിലും. അവളുടെ മാനസികമായ വ്യക്തിത്വം, ശാരീരികമായ വ്യക്തിത്വം, വൈചാരികമായ വ്യക്തിത്വം, എല്ലാ വ്യക്തിത്വങ്ങൾക്കും ആദരവ് വരന്റെ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് അനന്തരഫലം? രമന്തേ തത്ര ദേവതാഹ. ആ വീട്ടില് ദേവന്മാരെല്ലാവരും രമിക്കുന്നു, സന്തോഷിക്കുന്നു. ഏതൊരു വീട്ടിലാണോ ദേവന്റെ രമണമുള്ളത്, സന്തോഷമുള്ളത്, ആ വീട്ടില് സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. കുബേരൻ ഒരു ദേവനാണ്. കുബേരൻ എന്ന് പറയുന്ന ആ ദേവൻ ഒരു വീട്ടിൽ സന്തോഷിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? സർവ്വധനങ്ങളും വന്നു ചേരും. ഇനി ഇന്ദ്രൻ സന്തോഷിക്കുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. ലക്ഷ്മി സന്തോഷിക്കുകയാണ്,
ദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ ആ ഒരു അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിൽ അനുഗ്രഹങ്ങളുണ്ട്, അനുഗ്രഹ ശക്തികളുണ്ട്, ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിൽ അനുഗ്രഹ ശക്തി ഉള്ളത് കൊണ്ടല്ലേ മഴ പെയ്യുന്നത്. ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക്, നിരീശ്വരവാദിക്ക് മഴയെ നിഷേധിക്കാൻ സാധിക്കുമോ? എങ്കിൽ പിന്നെ ശാസ്ത്രത്തിന്റെ അല്ല, നമ്മുടെ യുക്തിബോധത്തിന്റെ ഏറ്റവും വലിയ വികാസത്തിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മഴ പെയ്യുന്നില്ലല്ലോ. ഇന്നും ലോകത്ത് ആ ഒരു സംവിധാനത്തെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ യഥാകാലത്ത് യഥാസമയത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ മഴ പെയ്യണം എന്ന് നാം സങ്കല്പിച്ചാലോ പരിശ്രമിച്ചാലോ മഴ പെയ്യുന്നില്ല. മഴ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ്, നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. നമുക്ക് അതിൽ യാതൊരു അധികാരവുമില്ല. പ്രപഞ്ചം നമ്മളിൽ ചൊരിയുന്ന കൃപയാണ്, അനുഗ്രഹമാണ്. അതേപോലെ ഓരോ പ്രപഞ്ച പ്രതിഭാസങ്ങളും നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി നമ്മളിലേക്ക് ചൊരിയുന്ന കൃപയാണ് നമ്മുടെ ജീവിതം. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ നമ്മുടെ പൗരാണികർ ദേവന്മാരായിട്ട് പറയും. അപ്പൊ ആ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ആ ദേവന്മാരുടെ അനുഗ്രഹം, ആ ദേവന്മാർ ആ വീട്ടിൽ ആനന്ദ നൃത്തം കൊള്ളുമെന്ന് പറയും. ഏത് വീട്ടിലാണോ വധു ആദരിക്കപ്പെടുന്നത്, പൂജിക്കപ്പെടുന്നത്? എത്രേതാസ്തു ന പൂജ്യന്റെ സർവാസ്തത്ര ഫലാക്രിയാഹ എന്ന് പറയും. എവിടെയാണോ വിവാഹം കഴിച്ചു വന്ന പെൺകുട്ടി ആദരിക്കപ്പെടാത്തത്, ദുഃഖിക്കുന്നത്, ആ വീട്ടില് എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെടുന്നു. ഒരു ദേവന്മാരും ആ വീട്ടിൽ അനുഗ്രഹിക്കുന്നില്ല എന്ന് ഒരു 5000 വർഷം മുമ്പുള്ള സാമൂഹ്യ ജീവിതത്തിലെ ചില നിയമങ്ങൾ പറയുന്നു. ആലോചിച്ച് നോക്കൂ. ഇനി പറയുകയാണ്, പിതൃഭ്യർ മാതൃഭിഷ് ചെയ്ത പതിഭിർ ദേവേരൈസ്തത പൂജ്യാഭൂഷയിതവ്യാശ്ച ബഹുകല്യാണമീപ്സുഭി. കന്യകക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാര്, സഹോദരന്മാര്, ഇനിയോ പ്രതിശ്രുത ഭർത്താവിന്റെ സഹോദരന്മാർ. ഞാൻ ആ സംസ്കൃതത്തിന് അന്വയം പറയുന്ന അർത്ഥം മാത്രമേ പറയുന്നു. പ്രതിശ്രുത, കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന്റെ സഹോദരന്മാര്, പ്രതിശ്രുത ഭർത്താവ്, കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവ് എന്നിവര് വധുവിനെ, ആ കന്യകയെ ഏറ്റവും ശ്രേഷ്ഠമായ ഭോജനങ്ങൾ കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ ആഭരണങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഇനി നോക്കൂ, അടുത്തൊരാശയം പറയുകയാണ്, ശോചന്തി ജാമയോ എത്ര വിനശ്യതി ആശു തത്കുലം ന ശോചന്തി തു എത്രേത വർദ്ധതേ തദ്ദി സർവത. അപ്പൊ ജാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരുമകൾ. ഏത് കുടുംബത്തിലാണോ മരുമകൾ ദുഃഖിതയായിരിക്കുന്നത്, ആ മരുമകൾക്ക് ആവശ്യമായ വസ്ത്രം, ആഭരണം എന്നിവയാൽ ആ മരുമകളെ പൂജിക്കാത്തത്, അർത്ഥം ആദരിക്കാത്തത്, ആ കുലം കാലക്രമേണ ക്ഷയിച്ചു പോകുന്നു പറയുന്നു. ന ശോചന്തി തു എത്രേതാ വർദ്ധതേ തദ്ദി സർവത. ഇനി ഏത് കുടുംബത്തിലാണോ മരുമകൾ സന്തോഷിക്കുന്നത്, ആ മരുമകൾക്ക് വേണ്ടുന്ന ആദരവ് ലഭിക്കുന്നത്, ആ കുലം നിത്യവും വർദ്ധതേ തദ്ദി സർവത, സർവ ധനധാന്യ സമൃദ്ധിയാൽ ആ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു പറയുന്നു. ഇനി വീണ്ടും പറയുന്നു, ജാമയോ യാനി ഗേഹാനി ശപന്ത്യപ്രതി പൂജിത താനി കൃത്യാഹ താനീവ വിനശ്യന്തി സമന്തത. ഏതൊരു വീട്ടിലാണോ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി, അതായത് അപമാനിതയായ പുത്രവധുവിന്റെ ശാപങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്, പുത്രവധു അപമാനിതയായിട്ട് ശാപങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആ പെൺകുട്ടിയുടെ മനസ്സ് ആ മുറിപ്പെട്ട മനസ്സിൽ നിന്ന് വരുന്ന സങ്കല്പങ്ങൾ, ആ ശാപങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആ വിധത്തിൽ എന്ത് സംഭവിക്കുന്നു? പണ്ട് കാലത്തൊക്കെ ആഭിചാര കർമ്മം എന്ന് പറയും. ഇന്നത്തെ കാലത്തൊന്നുമില്ല. പണ്ട് കാലത്ത് ചില വിശ്വാസങ്ങളും ഐതിഹ്യങ്ങൾക്കില്ല ആഭിചാര കർമ്മം. ഇപ്പൊ നമ്മളൊരു മന്ത്രവാദിയെ സമീപിച്ച് ഒരു മന്ത്രവാദിയെ കൊണ്ട് നമ്മുടെ ശത്രുവിന് ആഭിചാര കർമ്മത്തെ ചെയ്യിക്കും. ഒരു വീട്, ആ വീട് നാശമുണ്ടാകട്ടെ, ആ വീട്ടുകാരൊക്കെ നശിച്ചു കൂട്ടെന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയെ കൊണ്ട് ആഭിചാര കർമ്മം ചെയ്യും. അങ്ങനെ ഈ ആഭിചാര കർമ്മത്താൽ വന്നു ചേരുന്ന ദോഷങ്ങളെയാണ് ആഭിചാര ദോഷം എന്ന് പറയുന്നത്. ആഭിചാര ദോഷം വന്നു കഴിഞ്ഞാൽ ആ വീട് മുച്ചൂട് നശിച്ചു പോകും. ഇവിടെ പറയുന്നു, പുത്രവധു, അപമാനിതയായ പുത്രവധുവിന്റെ കണ്ണുനീർ ഏറ്റു വീണാൽ ആ വീട് ആഭിചാര ദോഷങ്ങൾ ഏറ്റത് എന്നതുപോലെ മുച്ചൂടും നശിച്ചു പോകുന്നത് പറയുന്നു. അതിനാൽ തസ്മാദേതദാ സദാ പൂജ്യ ഭൂഷണച്ചാദനാശനൈഹി ഭൂതികാമേർ നരേർ നിത്യം സത്കാരേഷു ഉത്സവേഷു ച.
അതുകൊണ്ട് തന്നെ പുത്രവധു ആരാണ്? സാക്ഷാൽ ദേവതയാണെന്ന് പറയും. നോക്കൂ, ഒരു പുത്രവധുവിനെ ദേവത എന്ന് പറയുന്ന ഒരു സംസ്കാരം ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പൊ സ്ത്രീധനം എന്ന് പറയുന്ന ആധുനിക കാലത്ത് വലിയൊരു സമസ്യ, ആ ഒരു സമസ്യ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ആധുനികരെന്ന് എന്ന് കരുതുന്ന ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലുക, ആത്മഹത്യ ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും സമൂഹം പരിഷ്കൃതമായിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഈ അപരിഷ്കൃതമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഗോത്രകാലം, പ്രാചീന കാലം എന്നൊക്കെ പറയുന്ന പഴയ കാലം, ആ പഴയ കാലത്ത് എത്ര ശ്രേഷ്ഠമായ സംസ്കൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? മനുഷ്യൻ ഇങ്ങനെ കാലം തോറും മുന്നേറി 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 പരിഷ്കരിച്ച് 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 ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംസ്കാരമായി ഇപ്പോൾ തീർന്നു വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ ടെക്നോളജി കൊണ്ട് ഒരുപാട് മുന്നേറി. ടെക്നോളജി പഴയ കാലത്തെ ടെക്നോളജിയെക്കാളും ആ ടെക്നോളജി ഒരുപാട് പരിഷ്കാരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, ഇവയിൽ പരിഷ്കാരമാണോ വന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ വന്നത് നമ്മൾ സ്വയം ചിന്തിക്കാം. പരിഷ്കാരമാണ് വന്നതെങ്കിൽ ഒരിക്കലും ഇന്ന് ആ വിഷയം ഉണ്ടാകരുത്. 5000 വർഷം മുമ്പുള്ളതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറി. അപ്പൊ നൂറ്റാണ്ടുകൾ കഴിയുന്നതോടെ നമ്മൾ താഴോട്ടാണ് വരുന്നത്. നമുക്ക് ഇത്തരം ആശയങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് ആശയം? ഇവിടെ പറയുകയാണ്, തസ്മാത്, അതുകൊണ്ട് തന്നെ ഐശ്വര്യം ആഗ്രഹിക്കുന്ന ആളുകൾ, ശ്രേഷ്ഠതയെ ആഗ്രഹിക്കുന്ന ആളുകൾ തന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പുത്രവധുവിനെ എല്ലാ പ്രകാരത്തിലും എല്ലാ കാലത്തും സന്തോഷ ബഹുമാനങ്ങൾ നൽകി നിലനിർത്തേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പൊ ഇത് ഞാൻ ഈ ശ്ലോകങ്ങൾ പറഞ്ഞത് പഴയ കാലത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പിതാവ് തൻ്റെ മരുമകന് കൊടുക്കുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആ പിതാവിന്റെ മകളെ തന്നെയാണ്. അതുകൊണ്ടാണ് കന്യാദാനം എന്ന് വിവാഹത്തിന് പേരുണ്ട്. കന്യകയാണ് ദാനം ചെയ്തത്. അങ്ങനെ ദാനം ലഭിച്ച, ശ്രേഷ്ഠമായ ദാനമായി ലഭിച്ച ഈ കന്യകയെ ഒരു ദേവതയെ പോലെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് കുടുംബത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് നമ്മുടെ പൗരാണികർ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക്, അന്നത്തെ ഉദാത്തമായ ഒരു സംസ്കാരത്തിൽ നമുക്ക് ഇത്തരം ശ്ലോകങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സജ്ജനങ്ങളാൽ ഒരു കാലത്തും തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമല്ല ഈ സ്ത്രീധനം. അപ്പൊ സ്ത്രീക്ക് ധനം വേണം. സ്ത്രീക്ക് വിവാഹ സമയത്ത് ആഭരണങ്ങൾ എല്ലാം തന്നെ ലഭിക്കും, ധനമായി ലഭിക്കും. അതിന്റെ പരിപൂർണ അധികാരവും ഉത്തരവാദിത്വവും സ്ത്രീക്ക് മാത്രമാണെന്ന് പ്രാചീന സംസ്കൃതിയിലും പറയുന്നു, ആധുനിക കാലത്ത് നമ്മുടെ നിയമസംഹിതകളും പറയുന്നു. അപ്പൊ സ്ത്രീധനം വാങ്ങിച്ച് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ പണം വാങ്ങിച്ച് തന്റെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിന് തുല്യമായ പാപകർമ്മമാണ്. സന്തതി വിക്രയ, അങ്ങനെയുള്ള പാപകർമ്മമാണെന്ന് ഗുരു ഈ ശ്ലോകത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നു. അപ്പൊ ശ്ലോകം 182 പറയുന്നു, കസ്മൈചിത് വജസാദത്താം നാന്യസ്മൈ വിതരേത് വധൂം വ്യതിക്രമേ ധർമ്മഭംഗസ്തേന ദുർഗതിമാപ്നുയാത്. ഒന്നുകൂടി പറയാം, കസ്മൈചിത് വജസാദത്താം നാന്യസ്മൈ വിതരേത് വധൂം വ്യതിക്രമേ ധർമ്മഭംഗസ്തേന ദുർഗതിമാപ്നുയാത്. വജസ കസ്മേചിത്ത് ദത്താം വധും. നമ്മൾ വാക്കുകൊണ്ട് ഒരാൾക്ക് എൻ്റെ മകളെ കൊടുക്കാം, മകളെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യസ്മൈ ന വിതരേത്, പിന്നെ ആ മകളെ മറ്റൊരാൾക്ക് കൊടുക്കരുത്. നമ്മൾ വാക്കാൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകള് ഇന്നയാൾക്ക് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും, ആ വാക്ക് നിലനിൽക്കെ പിന്നെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നു. വ്യതിക്രമേ ധർമ്മഭംഗ തേന ദുർഗതി മാപ്നിയാത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന് ഭംഗം വരുത്തും. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് ആപ്തവാക്യം. നാം ധർമ്മത്തെ രക്ഷിക്കുകയാണെങ്കിൽ ആ ധർമ്മം നമ്മെ രക്ഷിക്കും. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ രക്ഷ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വതോന്മുഖമായ വികാസത്തെയാണ് രക്ഷ എന്ന് പറയുന്നത്. സ്വാഭാവികമായ ജീവിതം എല്ലാവർക്കും നയിക്കാം, മൃഗങ്ങളും സ്വാഭാവികമായ ജീവിതം നയിക്കുന്നു. പക്ഷെ നമ്മെ സംബന്ധിച്ച് സർവ്വതോന്മുഖമായ വികാസം ഒരു വ്യക്തിക്ക് വേണം, കുടുംബത്തിനും വേണം. അതിന് രക്ഷ എന്ന് പറയും. ആ രക്ഷ നമുക്കുണ്ടെങ്കിൽ ധർമ്മോ രക്ഷതി, നാം ധർമ്മത്തെ രക്ഷിക്കണം. ധർമ്മത്തെ രക്ഷിക്കുകയാണെങ്കിൽ ധർമ്മം നമ്മെ രക്ഷിക്കും.
വളരെ പ്രസിദ്ധമായ ആപ്തവാക്യമാണ്. ഒരിക്കല് ഞാനിത് ചില ക്ലാസ്സുകളിൽ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഒരിക്കലും ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാഭാരത സമയത്ത്. ഘോര യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവരും കൗരവരും പരസ്പരം ഏറ്റുമുട്ടുന്നു, അങ്ങോട്ടും കൂടി ഏറ്റുമുട്ടുന്നു. അപ്പൊ കർണന്റെ രഥം ഒരു മണ്ണിൽ താഴ്ന്നുപോയി, ചക്രം താഴ്ന്നുപോയി. അന്നത്തെ യുദ്ധ നിയമം അനുസരിച്ച് ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരുവരോട് മാത്രമേ നമ്മൾ നേരിട്ട് മുട്ടാൻ പാടുള്ളൂ. ആയുധങ്ങളില്ലാതെ മുറിവേറ്റോ അല്ലെങ്കിൽ ക്ഷീണം സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലോ യുദ്ധഭൂമിയൊക്കെ മാറിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആക്രമിക്കരുത്. അത് നിയമമാണ്. യുദ്ധത്തിൽ പോലും ഒരു ധാർമ്മിക നീതിയെ പൗരാണികർ സൂക്ഷിച്ചിരുന്നു. അപ്പൊ ഈ രഥചക്രം താഴ്ന്ന സമയത്ത് അതിനെ ഉയർത്തണം. ഒരേ സമയത്ത് അവിടെ അർജുനനുമായിട്ട് തീവ്രമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കർണൻ എന്ത് ചെയ്തു? തന്റെ ബാണങ്ങളും തന്റെ അമ്പും ആവനാഴിയും ഒക്കെ അവിടെ അഴിച്ച് രഥത്തിന്റെ മുകളിൽ വെച്ച് താഴേക്ക് ഇറങ്ങി ആ മണ്ണിൽ നിന്ന് ചക്രത്തെ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ മെല്ലെ പറഞ്ഞു, അർജുനന്റെ ചെവിയിൽ പറഞ്ഞു, ഇത് നല്ല കിട്ടിയ അവസരമാണ്, ഇതിനും വലിയ അവസരം ഇനി കിട്ടില്ല. നീ കർണന് നേരെ അമ്പ് ചെയ്യും. കാരണം കർണൻ ശസ്ത്രങ്ങളെ ധരിച്ച് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ അദ്ദേഹത്തിന് ആയുധങ്ങളൊന്നുമില്ല, കിട്ടിയ അവസരമാണ്, ഉപയോഗിച്ചിരുന്നതാണ്. അർജുനന് വലിയ കൗതുകമായി. കാരണം ഭഗവാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കാറില്ല. മാത്രമല്ല അത് യുദ്ധനീതിയുമല്ല. എങ്ങനെയാണ് യുദ്ധത്തില് നിരായുധനായ ഒരാളെ കൊല്ലുക? എങ്കിലും കൃഷ്ണൻ പറഞ്ഞതല്ലേ എന്ന് കരുതി മനസ്സില്ലാ മനസ്സോട് അമ്പ് ചെയ്യാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് കർണൻ ആകെ അതിശയപ്പെട്ടു. അപ്പൊ കർണൻ മെല്ലെ ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, അങ്ങ് ഭഗവത്ഗീതയെ ഉപദേശിച്ച ധർമ്മമൂർത്തിയായിട്ട് പറയുന്നു, ജനങ്ങൾ മൊത്തം ധർമ്മത്തിന്റെ അവതാരമായിട്ട് അങ്ങയെ മാനിക്കും. അങ്ങേക്ക് എങ്ങനെയാണ് ഈ അധർമ്മത്തിന്റെ കാര്യം പറയാൻ സാധിച്ചത്? ഇത് തീർത്തും അധാർമികമായ കാര്യമില്ല. നിരായുധനായ ഒരാളെ എങ്ങനെയാണ് ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക? ഏത് ധർമ്മമാണെന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറയുന്നു, നീ രക്ഷിക്കുന്ന ധർമ്മം മാത്രമേ നിന്നെ രക്ഷിക്കൂ. അഭിമന്യു എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലനുണ്ട്. പിഞ്ചു ബാലൻ മീൻസ് ഒരു 10-15 വയസ്സുള്ള ഒരു ബാലൻ. ആ ബാലൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന് കാണാതെ ആയുധം ഉപയോഗിച്ച് ആ ബാലനെ നീ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. കാരണം നേരിട്ടാണ് കൊല്ലേണ്ടത് യുദ്ധനീതി അനുസരിച്ച്. ഇത് പുറകിൽ നിന്ന് വന്ന് കൊന്നുകളഞ്ഞു. അപ്പോൾ എവിടെ പോയി നിന്റെ ധർമ്മബോധം എന്ന് ചോദിച്ചു. ഇതേപോലെ തന്നെ കൗരവ സദസ്സില് പാണ്ഡവന്മാരുടെ ഭാര്യയായ പാഞ്ചാലി, ആ പാഞ്ചാലി രജസ്വലിയായിരിക്കുന്ന സമയത്ത് ഒറ്റ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്, തന്റെ മുറിയിലിരിക്കുകയാണ്. ഇപ്പൊ ചൂതുകളിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി പണയം വെക്കാൻ മറ്റൊരു സാധനമില്ല. അവസാനം പണയം വെക്കാൻ ഭാര്യ മാത്രമേ സ്വത്തായിട്ടുള്ളൂ. ആ ഭാര്യയെ പോലും പണയം വെക്കാൻ. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ മാനം എന്ന് പറയുന്നത് തന്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ അങ്ങേയറ്റം പിച്ചു ചീന്തി. ഇപ്പൊ ദുര്യോധനൻ ദുശ്ശാസനോട് പറയുന്നു, പാഞ്ചാലിയെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രം അഴിച്ചു മാറി. ഒന്നാമത് ആ കുട്ടി രജസ്വലയാണ്, ഒറ്റ വസ്ത്രമേ ധരിച്ചിരുന്നു. ആ കുട്ടിയെ പിടിച്ച് ആ സഭയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഗുരുജനങ്ങള്, ആ സ്ത്രീയുടെ മാതുലന്മാര്, ബന്ധുജനങ്ങള്, ആചാര്യന്മാര്, ഭർത്താക്കന്മാര് എല്ലാവരും ഇരിക്കുന്ന സഭയില് ആ പെൺകുട്ടി വിവസ്ത്രയാക്കാന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ കിട്ടുന്ന ഏറ്റവും വലിയ അപമാനമല്ലേ അത്? അപ്പൊ ആ സമയത്ത് ആ പെൺകുട്ടി വിവസ്ത്രയാകുന്ന സമയത്ത് ആ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ കൈകൂട്ടി പൊട്ടിച്ചിരിച്ചത് നീയാണെന്ന് പറഞ്ഞു കൃഷ്ണൻ. ആ സമയത്ത് എവിടെ പോയി നിന്റെ ധർമ്മബോധം ചോദിച്ചു. അപ്പൊ നീ രക്ഷിക്കുന്ന ധർമ്മത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കൂ. ധർമ്മോ രക്ഷതി രക്ഷിത. നാം സ്വന്തം ജീവിതത്തിൽ ധർമ്മത്തെ പാലിച്ചില്ലെങ്കിൽ നമ്മെ ഒരു ധർമ്മവും ഒന്നും രക്ഷിക്കില്ല. എത്ര ഈശ്വരനെ വിളിച്ച് നാം കരഞ്ഞു കഴിഞ്ഞാലും പ്രാർത്ഥിച്ചാലും പ്രപഞ്ചത്തിന്റെ ആ അനുഗ്രഹ ശക്തികൾ നമ്മെ അനുഗ്രഹിക്കില്ല. അപ്പൊ ധർമ്മം നമുക്ക് എങ്ങനെയാണ് നിർവഹിക്കാൻ സാധിക്കുക? ധർമ്മം നിർവഹിക്കാൻ സാധിക്കുക നാം ഏത് ആശ്രമത്തിലാണ് ഉള്ളത് ആ ആശ്രമത്തിൽ വിഹിതമായിരിക്കുന്ന ധർമ്മങ്ങളെ ആചരിക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ വിഹിതമായ ധർമ്മങ്ങളെ നേരത്തെ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. ഒരു സന്യാസിയാണെങ്കിൽ സന്യാസിക്ക് വിഹിതമായ ധർമ്മങ്ങളെ പറയുന്നുണ്ട്. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥന് വിഹിതമായ ധർമ്മത്തെ പറയും. ആ വിഹിതമായ ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മൾ കരുതും എനിക്ക് ആരും ഇല്ല, ഞാനിതാ പൂർണ്ണമായിട്ടും ഞാൻ പതിക്കാൻ പോവുകയാണ്, അധപ്പതിക്കാൻ പോവുകയാണ്, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കരുതുമ്പോഴേക്ക് നമുക്ക് രക്ഷ വരും. കാരണം നാം ധർമ്മത്തെ പരിപാലിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ആന, ഗജേന്ദ്രമോക്ഷം കഥയിൽ ഭാഗവത്തിൽ ആ കഥ നമ്മളെല്ലാവരും കേട്ടതാണ്. ആ ആനയും മുതലയും തമ്മിൽ ആ കുളത്തിൽ ഘോര യുദ്ധമുണ്ടായി.
വലിയ യുദ്ധം. ആന വലിയ അഹങ്കാരിയായിരുന്നു. പക്ഷെ മുതലൊരു കാലിൽ കടിച്ച് കുളത്തിലേക്ക് വലിച്ചു. കുളത്തിലേക്ക് വലിച്ച് ആന കുളത്തിലേക്ക് ആണ്ടാണ്ട് പോവുകയാണ്. അപ്പൊ ആ കുളത്തിന്റെ കരയിൽ ആനയുടെ ഭാര്യമാര്, ബന്ധുക്കളൊക്കെ മറ്റ് ആനകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് ഇവരെല്ലാവരും ദൂരെ ദൂരെ പോയി. ആരുമില്ല. അവസാനം തുമ്പിക്കൈ മാത്രം ആ കുളത്തിന്റെ മേൽപോട്ട് ഉയർന്നു. ബാക്കിയെല്ലാം താഴെയിലാണ്. ആ സമയത്ത് ആനയുടെ മനസ്സിൽ ഭഗവാനുള്ള വലിയൊരു ഭക്തി ഉണ്ടായി. എന്നെ രക്ഷിക്കാൻ ഇനി വേറെ ആരുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ആ കുളത്തുനിന്ന് ഒരു പൂവെടുത്ത് ഭഗവാൻ ഒരു അർച്ചനയായിട്ട് കൊടുത്തു. ആ സമയത്ത് ഭഗവാൻ വന്ന് ആനയെ രക്ഷപ്പെടുത്തി. നമുക്ക് അവസാനം മുങ്ങി ഇനിയൊരു ഗതിയില്ല, ഞാൻ മരിച്ചു പോകുന്ന ഘട്ടം വന്നപ്പോൾ ഈശ്വരൻ വന്ന് രക്ഷപ്പെടുത്തി. കാരണം ഈശ്വരന്റെ ലീലാവിലാസങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി ആരുമില്ല, കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴായിരിക്കും ഭഗവാന്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ സംഭവിക്കുന്നത്. അതേപോലെ തന്നെയാണ് നാം ധർമ്മത്തെ നമുക്ക് വിഹിതമായിരിക്കുന്ന ധർമ്മത്തെ പാലിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും അത്ഭുതകരമായൊരു ഒരു ഇടപെടൽ വന്ന് നാം രക്ഷിക്കപ്പെടും. എന്തുകൊണ്ട്? നമുക്ക് വിഹിതമായ ധർമ്മത്തെ പാലിച്ചിട്ട്. അപ്പൊ ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ടുന്ന ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മത്തെ പാലിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ആ ധർമ്മത്തെ ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായ വിജയം കാണുമെങ്കിലും ആത്യന്തികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഗുരു പറയുന്നു, ധർമ്മഭംഗ തേന ദുർഗതി മാപ്നിയാത്. ധർമ്മഭംഗമാണ്, വാക്ക് സത്യമാണ്. കാരണം അക്ഷരസ്വരൂപിണിയായി ഭഗവതി ദേവി ജനനി വാക്കിൽ കുടികൊള്ളുന്നുണ്ട്. വാപ്യവാങ്മയമിതം ജഗസ്ഥിത. ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ഗുരു പറയുന്നു. ഓതുന്ന മൊഴി ഓർക്കിൽ വിചാരം ചെയ്താൽ ആരാണ്? അത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. നമ്മൾ വാക്ക് കൊടുത്ത് സത്യലംഘനം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ധർമ്മഭംഗ, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന് ഭംഗം വന്ന് തേന ദുർഗതി മാപ്നിയാ. ആ ധർമ്മഭംഗത്തിലൂടെ നമുക്ക് വലിയ ദുർഗതി പറയുമെന്ന് ഗുരുദേവൻ ഇതിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ കരുതും ഇതൊക്കെ ജീവിതത്തിൽ പാലിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതും. പക്ഷെ ധർമ്മത്തിന്റെ കർമ്മത്തിന്റെ സൂക്ഷ്മമായ ഗതിവിഗതികൾ നമ്മുടെ കയ്യിലല്ല. നമുക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി, നമ്മൾ എത്ര വലിയ സുരക്ഷിതമായ പ്ലാറ്റ്ഫോമിലാണെങ്കിലും അപ്രതീക്ഷിതമായ തിരിച്ചടി വന്ന് സർവ്വതും നശിച്ചു പോകും ധർമ്മത്തെ പാലിച്ചില്ലെങ്കിൽ. ഇനി അടുത്ത വരിയിൽ കുറച്ച് സാമൂഹികമായ നീതികളെ പറയുന്നു. കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗേർ നിസ്വതാദിഭി. ശ്ലോകം 183. കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗേർ നിസ്വതാദിഭി പീഡിതാ നൈവ കുർവീരൻ ഉദ്വാഹം തു കഥാചന. കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗേ. കുഷ്ഠം പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷെ വ്യാപകമായി അതിനെതിരെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കുഷ്ഠം, ക്ഷയം, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ദാരിദ്ര്യം, ഇവയാലൊക്കെ പീഡിതരായ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യേണ്ടത്? അവർ വിവാഹം കഴിക്കാതിരിക്കുക. ഇത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. കാരണം ഇതൊരു സാമൂഹ്യ നീതിയാണ്. നമുക്ക് ഈ നീതിയുടെ അർത്ഥങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. ഒരു വിവാഹം കഴിച്ച് ഭാര്യാസമേതനായി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല കരുത്തും ധൈര്യവും തൻ്റെ ഇടവുമാണ്. ഒരു സന്യാസിയുടേതായ ജീവിതം പാലിക്കുന്നതിനേക്കാൾ എത്രയോ കഠിനമാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ജീവിതം പാലിക്കുക എന്നുള്ളത്. സന്യാസിക്ക് വളരെ എളുപ്പമാണ് സന്യാസ ജീവിതം നയിക്കാൻ വേണ്ടി, വലിയ പ്രയാസമൊന്നുമില്ല. പലരും പറയാറുണ്ട് സന്യാസം വളരെ കഠിനമാണ്, തീക്ഷ്ണമാണ്. പക്ഷെ വളരെ സ്വാഭാവികമാണ്, വളരെ സഹജമാണ്. കാരണം യാതൊരു ഉത്തരവാദിത്വമില്ല. എല്ലാം പരിത്യജിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്തിരിക്കാം, അല്ലെങ്കിൽ പോകാം. നമ്മൾ ആരോടും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം. ഇപ്പൊ സന്യാസിക്ക് സന്യാസിയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യം. ഒരിക്കല് മലബാറിൽ ഗുരുവിന്റെ 3-4 ശിഷ്യന്മാരുണ്ടായിരുന്നു കോഴിക്കോട് പ്രദേശത്ത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം സ്ഥാപിക്കുന്ന വേളയിൽ അവിടെ ഗുരുവിന്റെ ആഗമനം ഉണ്ടാവുകയും അങ്ങനെ ഗുരുവിനാൽ പ്രേരിതരായിട്ട് മലബാർ ഭാഗത്ത്, വിശേഷിച്ച് കോഴിക്കോട്, ഒരുപാട് ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ രാണിച്ചൻ മൂപ്പൻ എന്ന് പറയുന്ന വലിയൊരു ആളുണ്ടായിരുന്നു. പിന്നെ നാരകശ്ശേരി കൃഷ്ണൻ, അതുപോലെ മലർകണ്ടി കൃഷ്ണൻ, വാണൂർ ശങ്കരൻ, അങ്ങനെ ഒത്തിരി ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ അതിലൊരിക്കലും ഒരു ശിഷ്യന്, ആ ശിഷ്യന്റെ പേര് എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല, ഞാൻ പിന്നീട് പറയാം. ആ ശിഷ്യന് വലിയൊരു ആഗ്രഹം വന്നു, സന്യാസ ജീവിതത്തിലേക്ക് പോകണം. ഇനി ഗുരു വരുന്ന സമയത്ത് ഗുരുവിൽ നിന്ന് സന്യാസത്തെ
അപേക്ഷിച്ച് സന്യാസം നേടി സന്യാസപരമായ ജീവിതം ഇനി നയിക്കണമെന്നുള്ള ആഗ്രഹമോ. ഈ ആഗ്രഹം ഇദ്ദേഹം തന്റെ കൂട്ടുകാരോട്, അതായത് ഗുരുവിന്റെ ശിഷ്യന്മാരെ മറ്റു കൂട്ടുകാരോട് പങ്കുവെക്കുക മാത്രമല്ല, അവരല്പം വാദപ്രതിവാദം നടന്നു. സന്യാസമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞ് വലിയ വാദപ്രതിവാദം നടന്നു. അന്ന് നാരകശ്ശേരി കൃഷ്ണൻ എന്ന് പറയുന്ന ഗുരുവിന്റെ വലിയൊരു ശിഷ്യൻ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഒരു സന്യാസിക്ക് സന്യാസിയുടേതായ ജീവിതത്തെ നയിക്കുക താരതമ്യേന എളുപ്പമാണ്. ഒരു ഗൃഹസ്ഥന്റേതായ ജീവിതം നയിക്കാൻ വളരെ കഠിനമാണ്. എങ്ങനെ കഠിനമാണ്? ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ നിർവഹിച്ചുകൊണ്ട് നയിക്കുക എന്നുള്ള കഠിനമാണ്. അതുകൊണ്ട് തന്നെ ആ കഠിനമായ ജോലി ആ കഠിനമായ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാ സാഹചര്യങ്ങളും കരുത്തുമുണ്ടാകും. ആ കരുത്ത് ഇല്ലാന്ന് നമുക്ക് സ്വയം ബോധ്യമാണെങ്കിൽ ആ ഉദ്യമത്തിലേക്ക് കടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു സാമൂഹ്യ നീതിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആശയം പറഞ്ഞത്. കുഷ്ഠം, ക്ഷയം തുടങ്ങിയ തീവ്രമായ രോഗങ്ങളും അതേപോലെ ദാരിദ്ര്യം എന്നിവയാൽ പീഡിതരായ ജനങ്ങൾ വിവാഹ സംസ്കാരം ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി 184 ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഈ ശ്ലോകവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ അന്വയം കൊണ്ട് ചില ആളുകൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കാണാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ദമ്പത്യോരതകസ്യാവി രോഗസാംക്രമികോ യദി ത്യാജ്യാനിതുവനാകാംക്ഷ ലോകക്ഷേമ ചികീർഷയാ. വിവാഹത്തിന് ശേഷം ദമ്പത്യോഹ കസ്യാവി, ദമ്പതികളിൽ ആർക്കെങ്കിലും സാംക്രമിക രോഗ യതി, പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന രോഗം വന്നു കഴിഞ്ഞാൽ, പകർച്ചവ്യാധി പിടിപെട്ട് കഴിഞ്ഞാൽ, ലോകക്ഷേമ ചികീർഷയ, ലോകക്ഷേമത്തെ കരുതി, നിതുവനാ കാംക്ഷ ത്യാജ, അവളെ അഥവാ അവനെ ഉപേക്ഷിക്കണം എന്ന രീതിയാണ് ഈ അന്വയത്തിൽ കൊടുത്തത്. അന്വയത്തിന്റെ അർത്ഥത്തിന് അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്വയത്തിൽ നോക്കൂ, ആ ശ്ലോകത്തിന്റെ പകർച്ചവ്യാധി ഉണ്ടാകുകയാണെങ്കിൽ ലോകക്ഷേമത്തെ കരുതി ഉപേക്ഷിക്കപ്പെടണം. അപ്പോ ഒരിക്കല് നമ്മളൊരു ആള് പറയുന്നത് ഇതേപോലെ അദ്ദേഹം പറഞ്ഞു, ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ, ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കണം, ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് ഉപേക്ഷിക്കണം. വസ്തുതയിൽ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അത് ശ്ലോകത്തിൽ പറയും, നിതുവന ആകാംക്ഷ, നിതുവനത്തെയാണ് ഉപേക്ഷിക്കേണ്ടത്. നിതുവനം മീൻസ് മൈഥുന കാര്യങ്ങൾ, മൈഥുന കാര്യത്തെയാണ് പരിത്യജിക്കേണ്ടത്, അല്ലാതെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ എല്ലാം പരിത്യജിക്കേണ്ടത്. പറഞ്ഞു വരുന്നത്, ദമ്പതിമാർക്ക് ആർക്കെങ്കിലും പകർച്ചവ്യാധി സാംക്രമിക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മൈഥുന കാര്യങ്ങളെ ഏർപ്പെടരുത് എന്ന് ഗുരു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ അധ്യായത്തെ ഉപസംഹരിച്ചുകൊണ്ട് 185 ശ്ലോകത്തിൽ പറയുകയാണ്, പഞ്ചകേ ദ്വേ ധർമ്മ ശുദ്ധ്യോരനുതിഷ്ഠേത് സദാ ഗൃഹീ. പഞ്ചകേ ദ്വേ ധർമ്മ ശുദ്ധ്യോഃ അനുതിഷ്ഠേത് സദാ ഗൃഹീ. തഥാ പഞ്ചമഹായജ്ഞാൻ അതർക്കിത ഫലാവഹാൻ. നൂറ് ചൊല്ലാം. പഞ്ചകേ ദ്വേ ധർമ്മ ശുദ്ധ്യോരനുതിഷ്ഠേത് സദാ ഗൃഹീ. തഥാ പഞ്ചമഹായജ്ഞാൻ അതർക്കിത ഫലാവഹാൻ. അപ്പൊ ഒരു ഗൃഹസ്ഥാശ്രമി തന്റെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. ആ ധർമ്മങ്ങള് മുഖ്യമായിട്ടും അനുഷ്ഠാന പഞ്ചകങ്ങളാണ്. അനുഷ്ഠാന പഞ്ചകങ്ങളിലെ 2 പഞ്ചകങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തൊക്കെയായിരുന്നത്? ഒന്ന് ശുദ്ധി പഞ്ചകമാണ്, 2 ധർമ്മ പഞ്ചകമാണ്. ധർമ്മപഞ്ചകം എന്തൊക്കെയായിരുന്നു? ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അസത്യം പറയരുത്. ഇതെല്ലാ ആശ്രമികളും ഒരുപോലെ ആചരിക്കേണ്ടതാണ്, വിശേഷിച്ച് ഗൃഹസ്ഥാശ്രമം. ശുദ്ധി പഞ്ചകമുണ്ട്, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഈ പഞ്ചകങ്ങളെ ഗൃഹസ്ഥാശ്രമി യാതൊരു മുടക്കവും വരുത്താതെ അനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ ഗൃഹസ്ഥാശ്രമിക്ക് ഏറ്റവും വിഹിതമായ അനുഷ്ഠാനമാണ് പഞ്ചമഹായജ്ഞം. പഞ്ചമഹായജ്ഞം ഗൃഹസ്ഥാശ്രമിക്ക് വിശേഷമായി വിധിക്കപ്പെട്ട അതിപ്രാചീന കാലം മുതലേ ഇവിടെ നിലനിൽക്കുന്ന ധർമ്മങ്ങൾ. ഓരോ ഗൃഹസ്ഥനും നിർബന്ധമായിട്ട് നിത്യവും 5 പ്രകാരത്തിലുള്ള യജ്ഞങ്ങളെ ചെയ്തിരിക്കണമെന്ന് ഗുരു ആവർത്തിച്ച് പറയുന്നു. അപ്പൊ ഏതാണ് ആ 5 പ്രകാരത്തിലുള്ള യജ്ഞങ്ങൾ, എന്താണ് ഇവിടെ താല്പര്യം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്വാമിജി പറഞ്ഞത് BK കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നത് അതായിരുന്നു സ്വാമിജി, മറന്നു ആ പേരായിരുന്നു സ്വാമിജി. കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിയായിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടുകാരാണ്, പക്ഷെ അദ്ദേഹം നമ്മുടെ തലശ്ശേരിയിലുള്ള ഗുരുഭക്തനാണ്. വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ. ഇദ്ദേഹത്തിന്റെ പേര് വേറെ, ഞാൻ നോക്കിയിട്ട് പറയാം. BK കുഞ്ഞിക്കണ്ണനും സന്യാസത്തോട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് അദ്ദേഹം സന്യാസിയെ പോലുള്ള ജീവിതമാണ് പിന്നീട് നയിച്ചത്. ഞാൻ പറഞ്ഞിരിക്കുന്ന ആള് കോഴിക്കോട് സ്വദേശിയായ ഒരു വ്യക്തിയായിരുന്നു. ഒരു പുസ്തകത്തിലുള്ള ആളത് പിന്നീട് നോക്കി പറയാം. അപ്പൊ എന്തായാലും ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും